അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങ ഇല്ലേ, ഈ മത്തങ്ങ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര ഒരു പീസ് ആക്കി വെച്ച് തൊലിയും കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതെ, അതാണ് ആദ്യത്തെ പരിപാടി. നമ്മളെ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് സംഭവം. അപ്പോൾ നമ്മൾ ഒരു ചീനിച്ചട്ടിയല്ല, ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമുക്കിടാം. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം, അതാണ് നമ്മുടെ ആവശ്യം. ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് എടുത്തതാണ്, ഒരു ചെറിയ 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം, അപ്പൊ നല്ല അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല എരിയുള്ള നമ്മുടെ പച്ചമുളകാണ്, അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു ചെറിയ ഒരു സവാള, അപ്പോൾ അത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്ത സാധനം. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ കറിവേപ്പില, അപ്പോൾ അത് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയണമെന്നില്ല, ചുമ്മാ കൈവച്ച് കീറിയാണെങ്കിലും നമുക്ക് കിട്ടാൻ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൊരു കുറച്ച് പൊടി സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കടലമാവാണ്. അപ്പോൾ അത് ഒരു ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിന് നമ്മളിത് കുറച്ച് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇപ്പം നമ്മളൊരു അരക്കപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മൈദ, ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചിട്ട് നോക്കാം. ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ നമ്മുടെ മത്തങ്ങയുടെ അതന്നെ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമുക്കത് ചേർക്കാൻ. അരിപ്പൊടിയാണ് ഈ മൈദ ഉണ്ടല്ലോ, മൈദ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് പകരം വേണം നമുക്ക് മറ്റേ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു സ്വല്പം ഒരു നുള്ള് മഞ്ഞപ്പൊടി വേണം. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. പിന്നെ എരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിയാണ്, നമ്മൾ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല ഞെരടി കുഴച്ചെടുക്കണം, അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ വേറെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കണം. നമ്മളിപ്പോൾ നമ്മുടെ മത്തങ്ങ എല്ലാം കുഴച്ച് നല്ല അടിപൊളി മാവ് ആക്കി എടുത്തിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് അത് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലാണ്, വെളിച്ചെണ്ണ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് കയ്യിൽ വെച്ചപ്പോൾ എണ്ണ താഴെ കൊടുക്കാം. എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് കട്ടിയില്ലാതെ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഒന്ന് പരത്തിയതിന് ശേഷം വേണമെങ്കിൽ ഈ രീതി തന്നെ ഇടുക, അല്ലെങ്കിൽ നടുക്ക് വേണമെങ്കിൽ ഒരു കിഴുത്തൊക്കെ ഇട്ട് നമ്മുടെ ഉഴുന്നുവടയുടെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് പെയ്യെ. പിന്നെ ഈ നടുക്ക് മറ്റേ ഹോൾ ഇടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേകാനാണ്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല ഗുളുഗുളാകുന്നത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുക, എണ്ണ നല്ല ചൂടായിരിക്കുക, പക്ഷെ തീ ഇപ്പം കുറച്ച് വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഇതെല്ലാം തന്നെ ഒന്ന് ഈ എണ്ണയിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കണം. നമ്മളപ്പോൾ ആദ്യം ഇട്ടത് നമ്മൾ കോരി എടുത്തായിരുന്നു. അപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് സംഭവം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം. ഇതൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ചെറുപടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking